ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. മല്ലു മാർക്കറ്റ് പ്രൊഫൈലിലെ മാർക്കറ്റ് പ്രൊഫൈൽ അനാലിസിസിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ആഴ്ച വലിയ പ്രതീക്ഷയുള്ള മാർക്കറ്റൊന്നും അല്ലായിരുന്നു. നിങ്ങൾ നോക്കിയാൽ അറിയാൻ പറ്റും. മാർക്കറ്റ് ഒരു മൊമെൻറ്റം വന്നതിന് ശേഷം പിന്നെ അത് അങ്ങോട്ട് ഫെയ്ഡായിട്ട് ആ ഒരു രീതിയിലുള്ള നല്ല മാർക്കറ്റ് പോയിരിക്കുന്നത്. നമുക്ക് ചുരുക്കി പറയാൻ, നിങ്ങൾ നോക്കുന്ന സമയത്ത് ഈ വരാൻ പോകുന്ന ആഴ്ചയിൽ പല മാർക്കറ്റുകൾ അവധിയാണ്. ഏകദേശം പറഞ്ഞാൽ ജാനുവരി 3-ാം തീയതി വരെ പല മാർക്കറ്റുകൾ അവധിയാണ്. ചൊവ്വാഴ്ചയോട് തുടങ്ങുന്ന അവധി അങ്ങ് കിടക്കുകയാണ് അവധി. ഇടയ്ക്ക് അമേരിക്കയുടെ ഒന്ന് പെൻഡിങ് ഹോം സെയിൽസ് ഒക്കെ വരാനുണ്ട്. അത് നോക്കിക്കഴിഞ്ഞാൽ ഡേറ്റാസൊക്കെ കുറച്ച് പോസിറ്റീവായ നെഗറ്റീവായ ഡേറ്റാസൊക്കെ വരാനുണ്ടെങ്കിൽ കൂടി ഈ ഒരു വരാൻ പോകുന്ന ജാനുവരി 5-ാം തീയതി വരെ നമ്മുടെ മാർക്കറ്റ് പൊതുവേ ഒരു ഹോളിഡേ മൂഡിലാണ് വരുന്നത്. ചൈനീസ് മാർക്കറ്റുകൾ അവധിയായിരിക്കും. കുറേ കാര്യങ്ങൾ ഉണ്ട്. നമ്മുടെ കറണ്ട് അക്കൗണ്ട് പെർസെൻറ്റേജ് GDP ഡേറ്റയൊക്കെ വരാനുണ്ട്. RBI മോണിറ്ററി ക്രെഡിറ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് വരാനുണ്ട്. ഫോറിൻ ഡെപ്റ്റും കറണ്ട് അക്കൗണ്ടിൻ്റെ ഒക്കെ ആ ഒരു ഒന്ന് രണ്ട് ചെറിയ ചെറിയ ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് ന്യൂസുകൾ വരാനുണ്ടെങ്കിൽ കൂടി ഈ ഹോളിഡേ മൂഡാണ് നമ്മുടെ മാർക്കറ്റിൽ വരാൻ വന്നത്. കാരണം ന്യൂ ഇയറിന് നമ്മുടെ ഈ കൺട്രി അപേക്ഷിച്ച് യൂറോപ്പ് ടു അമേരിക്ക, ഏഷ്യ പസഫിക്കിൽ, പ്രത്യേകിച്ച് കോണ്ടിനെൻ്റ് US കോണ്ടിനെൻ്റ് എല്ലായിടത്തും നിരത്തിപ്പിടിച്ച് എന്തുവാണ് ന്യൂ ഇയർ ഒരു വലിയൊരു വിശേഷമായതുകൊണ്ട്, ക്രിസ്മസുമായി ചേർന്ന് വരുന്നതുകൊണ്ടുള്ള അവധി ആയതുകൊണ്ടാണ് പൊതുവേ മാർക്കറ്റ് അവധിയാണ്. അടുത്ത ആഴ്ച ഞാൻ വലിയ രീതിയിലൊരു മാർക്കറ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ആൾസോ ഞാനൊരു ഹോളിഡേ മൂഡ് ട്രിപ്പിലും കൂടെയാണ്. സോ അതുകൊണ്ട് നമുക്ക് ഈ ആഴ്ച മാർക്കറ്റിൽ എങ്ങനെ മാർക്കറ്റ് പോകും, തിങ്കളാഴ്ച എങ്ങോട്ട്, പിന്നെ ഈ വരാൻ പോകുന്ന ആഴ്ചയിലെ മാർക്കറ്റിൻ്റെ റിവ്യൂവിനെ കുറിച്ച് നമുക്ക് പറയാം. അതുകൂടാതെ ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. ഞങ്ങളുടെ ട്രിവാൻഡ്രത്ത് ആദ്യമായിട്ട് ഞങ്ങൾ ഓഫ്ലൈൻ സെഷൻ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് വന്നിരുന്ന് ഞങ്ങളുടെ കൂടെ ഇരുന്ന് ട്രേഡ് ചെയ്യണമെന്ന് താല്പര്യമുണ്ട്, ഇത് പഠിക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ഓഫ്ലൈൻ സെഷനിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി എൻ്റെ തമ്മിലിൽ കാണിച്ച നമ്പറിൽ ബന്ധപ്പെടുക. സോ ഈ ജാനുവരി 6-ാം തീയതിക്ക് ശേഷം, ജാനുവരി 10-ാം തീയതി തൊട്ട് നമ്മൾ ആ ഓഫ്ലൈൻ സെഷൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് ട്രിവാൻഡ്രത്ത്. അപ്പം നമ്മുടെ ഓഫീസിനകത്ത് വെച്ചൊക്കെയായിരിക്കും സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പം അതിൽ താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ അതിനെക്കുറിച്ച് അറിയാൻ വേണ്ടി നമ്മുടെ തമ്മിലിൽ കാണിച്ച നമ്പറിൽ ബന്ധപ്പെടുക. സോ നമുക്ക് മാർക്കറ്റ് വ്യൂവിലേക്ക് കടക്കാം. അപ്പം നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റും, കഴിഞ്ഞ ആഴ്ച നമ്മുടെ നിഫ്റ്റി ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് വന്ന് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞ റിവ്യൂയുടെ ലെവലിന് മുകളിലായിരുന്നു നിഫ്റ്റി നിന്ന്. നിങ്ങൾക്കറിയാലോ, 23,940 എന്ന് പറഞ്ഞ ആ ലെവലിന് മുകളിൽ നിന്നെങ്കിൽ മാത്രമേ ഒരു ബൈയെക്കുറിച്ച് ചിന്തിക്കാവൂ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിഫ്റ്റി കൃത്യമായിട്ട് അതിന് മുകളിൽ നിന്നു. 24,011-ഉം അതിന് മുകളിൽ ഓൾമോസ്റ്റ് 24,100-ൻ്റെ മുകളിൽ നിഫ്റ്റി നിൽക്കി വന്ന് ആ ഭാഗത്ത് റെസിസ്റ്റൻസ് എടുത്തു. നിങ്ങൾക്കറിയായിരിക്കും, ഈ 24,100 എന്ന് പറഞ്ഞാൽ നമ്മുടെ കഴിഞ്ഞ വ്യാഴാഴ്ചത്തെ ഗ്യാപ്പ് ഡൗണിൻ്റെ ഏരിയയാണ്. സോ ചുരുക്കി പറഞ്ഞാൽ 24,100-ൻ്റെ ഭാഗത്ത് നിഫ്റ്റിയിൽ നല്ല സെല്ലിങ് ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ട് മാത്രമാണ് നിഫ്റ്റിക്ക് അതിന് മുകളിൽ ക്ലോസ് ചെയ്യാൻ പറ്റാത്തതും താഴെ തിരിച്ചിറങ്ങി 24,000-ൻ്റെ ഭാഗത്ത് നിഫ്റ്റി വന്ന് നിൽക്കുകയും ചെയ്തത്. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ 24,100 ഈസ് എ സപ്ലൈ സോണാണ് നമുക്ക് നമ്മുടെ മാർക്കറ്റിൽ. അപ്പോൾ നമുക്ക് നോക്കേണ്ടത് കഴിഞ്ഞ ആഴ്ച നിഫ്റ്റിയുടെ മാർക്കറ്റ് പ്രൊഫൈൽ പ്രകാരം എങ്ങനെയായിരുന്നു, അതുകൂടാതെ ആശാൻ എങ്ങനെയായിരുന്നു നമുക്ക് നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. കഴിഞ്ഞ ആഴ്ച ഒരു നോർമൽ ഡേ ആയിരുന്നു നിഫ്റ്റിയിൽ. ചെറിയൊരു എക്സ്റ്റൻഷൻ നിഫ്റ്റി കഴിഞ്ഞ ആഴ്ച തന്നിരുന്നെങ്കിൽ കൂടി, കഴിഞ്ഞ വെള്ളിയാഴ്ച തന്നെങ്കിൽ കൂടി ആശാൻ അങ്ങോട്ട് കയറി പോയിട്ടില്ല. ചുരുക്കി പറഞ്ഞാൽ ഒരു നോർമൽ ഡേ സ്ട്രക്ചറിലായിരുന്നു. 24,100-ൻ്റെ ഭാഗത്ത് ഇപ്പോഴും നിഫ്റ്റിക്ക് റെസിസ്റ്റൻസ് ഉണ്ട്. സോ ചുരുക്കി പറഞ്ഞാൽ 24,100-ന് മുകളിൽ മാത്രമേ ഞാനൊരു ബുള്ളിഷ് മാർക്കറ്റിനെ കുറിച്ച് നിങ്ങളടുത്ത് പറയാം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മുടെ മാർക്കറ്റിൽ 24,026 എന്ന് പറഞ്ഞ POC ആണ് കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മുടെ മാർക്കറ്റ് സംഭവിച്ചത്. അപ്പോൾ നമുക്ക് ആ POC ഒന്ന് മാർക്ക് ചെയ്തിട്ട് വെക്കാമല്ലോ. ഇപ്പോൾ 24,026 നമ്മുടെ കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ നിഫ്റ്റിയുടെ POC. അപ്പോൾ ഞാനത് മാർക്ക് ചെയ്ത് വെച്ചു. 24,026 നമ്മുടെ POC. അപ്പോൾ ആ POCക്ക് മുകളിൽ മാത്രമേ നമുക്കൊരു ആ POCയുടെ ഭാഗത്ത് താഴെയാണ് നമ്മൾ മാർക്കറ്റ് ക്ലോസ് ചെയ്തത്. അപ്പം ഈവൻ ആ POCക്ക് മുകളിൽ ക്ലോസ് ചെയ്യാൻ വേണ്ടി ഒരു ശ്രമം നിഫ്റ്റി നോക്കാമെന്ന് വെച്ചാൽ അത് നടത്തിയിട്ടില്ല. അതുകൊണ്ട് POC ഞാൻ മാർക്ക് ചെയ്ത് വെച്ച് 24,026-ൻ്റെ ഭാഗത്ത്. നിഫ്റ്റിയെ സംബന്ധിച്ച് ഇപ്പോഴൊരു കാര്യം ഓർത്തു, 24,100-ന് മുകളിൽ മാത്രമേ നമ്മുടെ ബുള്ളിഷ് റെഫറൻസ് ഒരു കാര്യത്തിൽ പറയുക. 24,100 എന്നെ സംബന്ധിച്ചുള്ള ബുള്ളിഷ് റെഫറൻസ്. അതിന് മുകളിൽ മാത്രമേ ഞാൻ നിഫ്റ്റിയിൽ ഒരു ബൈയെക്കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. എത്രയാണ്? 24,100-ന് മുകളിൽ മാത്രമേ ഒരു മാർക്കറ്റ് ഒരു മൂവ്മെൻറ്റ് വരാനുള്ള ചാൻസ് ഞാൻ കാണുന്നുള്ളൂ. 24,100-ന് മുകളിൽ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ 24,150, 24,000
24,150 എന്ന് പറഞ്ഞ R1 അതിന് മുകളിൽ R2 എന്ന് പറഞ്ഞത് എത്രയാണ് 24,203 എന്ന് പറഞ്ഞ ഈ ഭാഗം 24,203 24,203 R2 ഇതുവരെ പോവാനുള്ള ചാൻസ് കാണാം. അത് ചുരുക്കി പറഞ്ഞാൽ കഴിഞ്ഞ വ്യാഴാഴ്ചത്തെ ഗ്യാപ്പിൻ്റെ ഏരിയ 24,220 ഈ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, ആ ഭാഗം വരെ നിഫ്റ്റി പോകാനുള്ള ചാൻസ് കൂടുതൽ. ചുരുക്കി പറഞ്ഞാൽ 24,100 മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യണമെങ്കിൽ മാത്രമേ ആ ഒരു മൊമെൻറ്റം തരാനുള്ള ചാൻസ് കാണുന്നുള്ളൂ. ഇല്ല, ഇനി മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ നിഫ്റ്റിയെ കുറിച്ച് 23,940 എന്നെ സംബന്ധിച്ചുള്ള ബെയറിഷ് റെഫറൻസ്. അതിന് താഴെ നിഫ്റ്റിക്ക് വേണമെങ്കിൽ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വരാം. സോ 23,940 23,940 ആണ് നിഫ്റ്റിയെ സംബന്ധിച്ചുള്ള ബെയറിഷ് റെഫറൻസ്. അതിന് താഴെ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ താഴേക്ക് വരാനുള്ള ഒരു ചാൻസ് വളരെ 23,940 താഴെ നിൽക്കുകയാണെങ്കിൽ നിഫ്റ്റിയെ സംബന്ധിച്ച് ഫസ്റ്റ് ടാർഗറ്റ് എന്ന നിലയിൽ 23 ഏതാണ് 23,880 23,880 23,880 S1. ആ ഭാഗത്തേക്ക് വരാനും S1 എന്ന് പറഞ്ഞാൽ 23,880 ഭാഗത്തേക്ക് വരാനും, അതിന് താഴെ നിൽക്കുകയാണെങ്കിൽ എവിടം വരെ വരാം, അതിന് താഴെ നിൽക്കുകയാണെങ്കിൽ ഈ എന്താണ് ഈ ഒരു ഏരിയയായ 23,835 ഭാഗത്ത് വരാനും 23,835 ഭാഗത്തേക്ക് വരാനും ചാൻസ് വളരെയധികം കൂടുതലാണ്. സോ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ മാർക്കറ്റ് 24,100 23,940 ഇടയ്ക്കുള്ള റൊട്ടേഷനാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതിന് താഴെയോ മുകളിലോ നിൽക്കുകയാണെങ്കിൽ മാത്രമേ വലിയ രീതിയിലുള്ള മൂവ്മെൻറ്റം വരാൻ പ്രതീക്ഷിക്കാൻ ചാൻസ് ഉള്ളൂ. അതുകൂടാതെ നമ്മൾ ഈ വീക്കിലി വ്യൂ നിങ്ങൾ നോക്കുകയാണെങ്കിൽ വീക്കിലി വ്യൂ നമുക്ക് എപ്പോഴും നോക്കേണ്ട സമയത്ത് വീക്കിലി വ്യൂവിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് നിഫ്റ്റി കഴിഞ്ഞ വീക്കിലി എങ്ങനെയായിരുന്നു ക്ലോസ് ചെയ്തത്. കഴിഞ്ഞ വീക്കിലി നിഫ്റ്റി താഴേക്ക് വരികയും അതിനുശേഷം അവനെ കൊണ്ട് മുകളിലോട്ട് പോകാനുള്ള ഒരു ശ്രമം നടത്താനുള്ള ഒരു മൊമെൻറ്റം പ്രതീക്ഷിക്കുകയും ചെയ്തതായിരുന്നു. പക്ഷേ കഴിഞ്ഞ ആഴ്ചയിലും കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നിഫ്റ്റി താഴേക്ക് ഇറങ്ങി ഏകദേശം പറഞ്ഞാൽ തിരിച്ച് ഗ്യാപ്പിൽ ഇറങ്ങി ആ ഒരു ഓൾമോസ്റ്റ് ഗ്യാപ്പിൻ്റെ ആ ഒരു സെല്ലിംഗ് ഏരിയയുടെ വ്യാഴാഴ്ചത്തെ ഹൈയുടെ പത്തരം നിന്നുകൊണ്ട് ഒരു ഡൗൺ ഡേ വീക്കായിരുന്നു കഴിഞ്ഞ ആഴ്ച സംഭവിച്ചത്. ചുരുക്കി പറഞ്ഞ നിഫ്റ്റിയെ സംബന്ധിച്ച് നിങ്ങൾ നോക്കുമ്പോൾ നിഫ്റ്റിയിൽ ഒരു മൊമെൻറ്റം എന്തുവാണ് ഒരു 24,200 മുകളിൽ പോയാൽ മാത്രമേ നിഫ്റ്റിയെ സംബന്ധിച്ച് 24,500 ഭാഗത്തേക്കും അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ 24,700 ഭാഗത്തേക്കും പോകാനുള്ള ചാൻസ് ഉള്ളൂ. സോ ഇല്ല, നിഫ്റ്റി താഴേക്ക് വരികയാണെങ്കിൽ കഴിഞ്ഞ 23,000 നിഫ്റ്റിയെ സംബന്ധിച്ച് 23,000 താഴെ 23,800 താഴെ നിഫ്റ്റി നിൽക്കുകയാണെങ്കിൽ താഴോട്ട് വരാനുള്ള ചാൻസ് നിഫ്റ്റിയെക്കുറിച്ച് വളരെയധികം കൂടുതലാണ്. ചുരുക്കി പറഞ്ഞാൽ നിഫ്റ്റി താഴോട്ട് വരികയാണെങ്കിൽ അത് വലിയ രീതിയിലൊരു സെല്ലിംഗ് വീണ്ടും വരാനും അത് 23,575 ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ മാർക്കറ്റ് എന്താണ് ഈ ഒരു 23,850ക്കും 24,100 മുകളിലോ താഴെയോ നിന്ന് കളിക്കാനുള്ള ചാൻസാണ് ഞാൻ നിഫ്റ്റിയിൽ കാണുന്നത്. ഇനി നമുക്ക് നോക്കേണ്ടത് ബാങ്ക് നിഫ്റ്റി. ഇപ്പം കഴിഞ്ഞ ആഴ്ച നിങ്ങൾ നോക്കിയാൽ അറിയാൻ പറ്റും, കഴിഞ്ഞ ആഴ്ച നമ്മുടെ ബാങ്ക് നിഫ്റ്റി കൃത്യമായിട്ട് പറയണമെങ്കിൽ ബാങ്ക് നിഫ്റ്റി കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മുടെ ബുള്ളിഷ് റെഫറൻസിന് മുകളിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ അവൻ R1 അടിച്ചു, R2 അടിച്ച ശേഷം തിരിച്ച് വീണ്ടും താഴേക്ക് ഇറങ്ങി ഈ ഒരു കൃത്യം നോക്കുകയാണെങ്കിൽ കൃത്യം POCയുടെ മുകളിൽ അവൻ ഓപ്പൺ ചെയ്തു, ബുള്ളിഷ് റെഫറൻസ് പോയി, അവിടെ നേരെ പോയി R1 അടിച്ചു, തിരിച്ച് വീണ്ടും ഇറങ്ങി ബുള്ളിഷ് റെഫറൻസ് വന്നു, അവിടെ താഴെ വന്നിട്ട് ഓൾമോസ്റ്റ് ബുള്ളിഷ് റെഫറൻസിൻ്റെ ഭാഗത്താണ് അവൻ ക്ലോസ് ചെയ്തു. ചുരുക്കി പറഞ്ഞാൽ വലിയ ട്രേഡൊന്നും കിട്ടിയ ദിവസമല്ലായിരുന്നു കഴിഞ്ഞ വ്യാഴാഴ്ചയും കടന്നു പോയത്. സോ ഒരു ഡൗൺവേർഡ് വീക്കായിരുന്നു കഴിഞ്ഞ വ്യാഴാഴ്ച നമ്മുടെ മാർക്കറ്റ് ഉണ്ടായിരുന്നത്. പക്ഷെ അത് അത്രയ്ക്ക് വലിയൊരു വീക്കായിട്ട് തോന്നിയിട്ടില്ല എനിക്ക്. സോ നമ്മുടെ ബാങ്ക് നിഫ്റ്റിയുടെ POC നിങ്ങൾ നോക്കുമ്പോൾ അറിയാൻ പറ്റും, ബാങ്ക് നിഫ്റ്റിയും കഴിഞ്ഞ വെള്ളിയാഴ്ച സംഭവിച്ചത് കൃത്യമായിട്ട് ലാർജ് ഡേ ആയിരുന്നു. അവൻ താഴേക്ക് വന്ന് IB എക്സ്റ്റൻഷൻ തന്ന് താഴേക്ക് ഫസ്റ്റ് ടാർഗറ്റ് തന്നു. കഴിഞ്ഞ വ്യാഴാഴ്ച നോർമൽ വേരിയേഷൻ ഡൗൺ ഡേ ആയിരുന്നു സംഭവിച്ചത്. 51,725 ഭാഗത്തേക്ക് ഒരു POC ബാങ്ക് നിഫ്റ്റിക്ക് വന്നു. സോ നമുക്ക് 51,725 നമ്മുടെ ബാങ്ക് നിഫ്റ്റിയുടെ POC. സോ അത് ഞാൻ മാർക്ക് ചെയ്ത് വെക്കാം. 51,725 51,725 ബാങ്ക് നിഫ്റ്റിയുടെ POC. സോ ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ ബുള്ളിഷ് റെഫറൻസ് നിങ്ങൾ നോക്കാം. എന്നെ സംബന്ധിച്ച് ബുള്ളിഷ് റെഫറൻസ് എന്ന് പറയുമ്പോൾ ഞാൻ ബാങ്ക് നിഫ്റ്റിക്ക് എടുക്കുന്ന ബുള്ളിഷ് റെഫറൻസ് എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 51,000
കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 51,900 മുകളിൽ മാത്രമേ ഞാൻ ഈ ബാങ്ക് നിഫ്റ്റിയിൽ ബൈയെ കുറിച്ച് ചിന്തിക്കുള്ളൂ. അപ്പോൾ നമ്മളെ ബുള്ളിഷ് റഫറൻസ് എത്രയാണ്? 51,900 ആണ് ബാങ്ക് നിഫ്റ്റിയുടെ ബുള്ളിഷ് റഫറൻസ്. അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ മാത്രമേ ഞാനൊരു ബൈയെ കുറിച്ച് ബാങ്ക് നിഫ്റ്റിയിൽ ചിന്തിക്കുകയുള്ളൂ, ചുരുക്കി പറഞ്ഞാൽ ഓർത്തോളൂ. അപ്പം അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ നമുക്കൊരു ബൈയെ കുറിച്ച് ചിന്തിക്കാം. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് നിലയിൽ എവിടം വരെ പോവാം? ഫസ്റ്റ് ടാർഗറ്റ് നിലയിൽ ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ എവിടം വരെ പോകാനുള്ള ചാൻസ് ഉണ്ട്? ഫസ്റ്റ് ടാർഗറ്റ് നമ്മൾ നേരെ അവൻ ആദ്യം 52,100 ഭാഗത്തേക്ക് 52,089 ഭാഗത്തേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. സോ ഫസ്റ്റ് ടാർഗറ്റ് 52,089. R1 എന്ന് പറയുമ്പം 52,089 ഭാഗത്തേക്ക് പോകാനും അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ R2 എവിടം വരെ പോവാം? R2 കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 52,205 ഭാഗത്തേക്കും പോകാനുള്ള ചാൻസ് കൂടുതലാണ്. സോ അതിനപ്പുറത്തേക്കുള്ളൊരു മൊമെൻറ്റം ഞാൻ പ്രതീക്ഷിക്കുന്നില്ല 52,205. കാരണം മാർക്കറ്റിൽ അതിലുള്ള വോളിയം തരാനുള്ള ഒരു കാര്യവുമില്ല. പ്യുവർലി ഹോളിഡേ ആയതുകൊണ്ട് മാർക്കറ്റ് വേണമെങ്കിൽ പോവാം, ഇല്ല എങ്കിൽ ഈ റേഞ്ച് തിരക്കെടുത്ത് കളിക്കാം. ഇനി ഓർത്തുകൊള്ളുക, ബാങ്ക് നിഫ്റ്റി സെല്ലിംഗ് എന്ന് പറയുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ഓർത്തുകൊള്ളുക, 51,484 താഴെ മാത്രമേ ഞാൻ ഇനി ബാങ്ക് നിഫ്റ്റി സെല്ല് ചെയ്യുള്ളൂ. സോ എത്രയാണ്? 51,484 എന്നെ സംബന്ധിച്ചുള്ള ബെയറിഷ് റെഫറൻസ്. കൃത്യമായിട്ട് ഓർത്തുകൊള്ളുക, ബെയറിഷ് റെഫറൻസ് എന്ന് പറയുമ്പം 51,484. അതിന് താഴെ മാത്രമേ ഞാൻ സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കുകയുള്ളൂ. സോ ഇല്ല എങ്കിൽ മാർക്കറ്റ് ഈ റൊട്ടേഷൻ 51,900 51,484 അടുക്കുള്ള ഒരു ബാലൻസിങ് റൊട്ടേഷനായി തരാൻ. അതിന് താഴെ നിൽക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി എവിടെ വരെ പോവാം? കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഈ POCയുടെ ഭാഗമായ ഏതാണ് 51,400 ഈ POC എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 51,235 ഭാഗത്തേക്കും, അതാണ് നമ്മളെ S1 51,235. 51,235 ഭാഗത്താണ് S1. അതിന് താഴെ നിൽക്കുകയാണെങ്കിൽ അടുത്ത എവിടം വരെ പോകാനും 51,086 ഭാഗത്തേക്കും വരാനുള്ള ചാൻസ് കൂടുതൽ. S2 എന്ന് പറയുമ്പം 51,086 ഈ ഭാഗത്തേക്കും വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. സോ ചുരുക്കി പറഞ്ഞാൽ എനിക്ക് ബാങ്ക് നിഫ്റ്റിയിൽ വലിയൊരു മൊമെൻ്റ് ഒന്നും ഞാൻ ഒരു കാര്യം നിങ്ങളെ മനസ്സിൽ ഓർത്തോളൂ, അടുത്ത ആഴ്ച മാർക്കറ്റിൽ വലിയൊരു മൊമെൻ്റ് ഒന്നും മാർക്കറ്റിൽ വരാനുള്ള ചാൻസ് കുറവാണ്. കാരണം മാർക്കറ്റിന് അതിനുള്ള വോളിയം കുറവാണ്. വോളിയം കുറവായ മാർക്കറ്റ് ആയതുകൊണ്ട് ഈ രീതിക്കുള്ള ഒരു മൊമെൻ്റം വരാനുള്ള ചാൻസ് ആയിരിക്കും വളരെ കുറവായിരിക്കുന്നത്. സോ എല്ലാവരും അത് വ്യക്തമായിട്ട് അത് വാച്ച് ചെയ്യുക. നിങ്ങൾ ഈ ലെവൽ വാച്ച് ചെയ്ത് നിങ്ങൾക്ക് ആ ലെവലിൽ മോൾ ട്രിഗർ ആവുന്നുണ്ടെങ്കിൽ മാത്രം ട്രേഡ് ചെയ്താൽ മതി. ചുരുക്കി പറഞ്ഞാൽ ഞങ്ങളുടെ മെൻറ്റർഷിപ്പിലുള്ള ആൾക്കാർക്കും നെക്സ്റ്റ് വീക്കിൽ ട്രേഡിംഗ് ഒന്നുമില്ല. സോ നമ്മളിനി January 6th ഒക്കെ ആകുമ്പോഴേ ട്രേഡിംഗ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. സോ എല്ലാവരും കൂടി അതൊന്ന് വ്യക്തമായി മനസ്സിലാക്കുക, ലെവൽ മാർക്ക് ചെയ്യുക, ട്രേഡ് ചെയ്യുക, പരിക്കില്ലാതെ രക്ഷപ്പെട്ടു പോവുക. ട്രേഡ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, നല്ല ക്ലിയർ വോളറ്റൈൽ മാർക്കറ്റ് January 6th ശേഷം വരും. അപ്പോൾ അത് നമുക്ക് ട്രേഡ് യൂസ് ചെയ്യാം. സോ ഒരിക്കൽ കൂടി പറയണം, നമ്മളെ ഓഫ്ലൈൻ മെൻറ്റർഷിപ്പ് ക്ലാസ് ഈ വരാൻ പോകുന്ന ജാനുവരിയിൽ തുടങ്ങാൻ പോവുകയാണ്. ട്രിവാൻഡ്രമാണ് ലൊക്കേഷൻ. താല്പര്യമുള്ള കമ്പനിയിൽ കാണിച്ച നമ്പറിൽ ബന്ധപ്പെടുക. സോ എല്ലാവർക്കും നല്ലൊരു ഹാപ്പി സൺഡേ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോയിൽ സൈൻ ഓഫ് ചെയ്ത് നിങ്ങളുടെ സ്വന്തം വിഷ്ണുഗുപ്തൻ. ടേക്ക് കെയർ, ബൈ ബൈ.